ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നം അവസാനിക്കുമ്പോൾ അടുത്ത പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നു. ഒരു തടസ്സം ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ചിലപ്പോൾ നമുക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായിരിക്കും. അങ്ങനെ ഒന്നിന് പുറമെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരിക. നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ വണ്ടി ടയർ പഞ്ചറാണ്. നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്, കറക്റ്റ് സമയം, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഫയല് കാണുന്നില്ല. അങ്ങനത്തൊക്കെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? പലപ്പോഴും ചിലർക്കൊക്കെ സംഭവിക്കാറില്ലേ? ഇത് തുടരെ എല്ലാ ദിവസവും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടും വിഷമമൊക്കെ മാറ്റിത്തരട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. തടസ്സങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ. ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, അറിയേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പുരോഗതിക്കും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും തടസ്സമായി വരുന്ന ചില കാര്യങ്ങളെ കണ്ടറിഞ്ഞ് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് നമുക്ക് ഉയർച്ചയിലേക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പുരോഗതിയും ഐശ്വര്യവും സർവാധിനാഥനായ റബ്ബ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് ധാരാളം ആളുകൾ വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറയാറുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ, നമ്മുടെ വീട്ടിൽ, അതുപോലെ നമ്മുടെ മറ്റ് സംരംഭങ്ങളിൽ നിരന്തരം പ്രശ്നങ്ങൾ വരികയാണ്, പ്രയാസങ്ങൾ സംഭവിക്കുകയാണ്. ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്നേഹത്തോടെ ഇരിക്കുന്നവർ തമ്മിൽ തെറ്റി അകലുന്നു. അതുപോലെ നിരന്തരം നമ്മുടെ കമ്പനിയിൽ ഇപ്പം ഇന്നൊരാൾ വന്നു, അദ്ദേഹം ഒരു വർക്ക് സ്വന്തമായി എടുത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കോ പോകാൻ മനസ്സിൽ തോന്നുന്നില്ല, അങ്ങോട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെ പോകുമ്പോൾ തന്നെ, ഇനി പോയാൽ തന്നെ അവിടുത്തെ പല മെഷീനുകളും പെട്ടെന്ന് കേടുവരുന്നു. ഒരു കുഴപ്പമില്ലാത്ത മെഷീനൊക്കെ പെട്ടെന്ന് കേടുവരുന്നു. ഒരാൾ ഒരു കൂട്ടർ വിളിച്ച് പറഞ്ഞത് അവരുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും തകരാറാകുവാനാണ്. AC വാങ്ങിയിരുന്നത് കേടുവന്നു, അവരുടെ വീട്ടിൽ ഫാൻ ഉണ്ടായിരുന്നു, അത് കേടുവന്നു. എന്തിനധികം ഇസ്തിരി ഇടുന്ന ഇസ്തിരിപ്പെട്ടി വരെ കേടുവന്നു പോകണം. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തകരാറാവുകയാണ്. ഇത് വലിയ കോടികളൊക്കെ മുടക്കി നടത്തുന്ന കമ്പനിയിലെ വലിയ വലിയ മെഷീനുകളൊക്കെ കേടുവന്നാൽ ആകെ പ്രയാസത്തിലാവും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിരന്തരം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വന്നാൽ അതിന് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വലിയ പ്രയാസത്തിലേക്കും വലിയ ബുദ്ധിമുട്ടിലേക്കും പോയി നമ്മുടെ കമ്പനിയും നമ്മുടെ സ്ഥാപനമൊക്കെ ആകെ പ്രയാസത്തിലാവും. പലതും കൂട്ടേണ്ട സാഹചര്യം വരും. ഇപ്പോൾ നമ്മൾ
വിദേശത്തൊക്കെ പോയ സമയത്ത്, ദുബൈയിലൊക്കെ പോയ സമയത്ത് കുറേ സ്ഥലങ്ങളിൽ ഈ കമ്പനി പൂട്ടിക്കിടക്കാണ്, ആ കമ്പനി പൂട്ടിക്കിടക്കാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ കാണിച്ചു തരാണ്. സഹോദരങ്ങൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം, ദുആ ചെയ്യണം, ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് ഇതെല്ലാം ഒരു സ്തംഭനം വന്നുപോയത്. പെട്ടെന്ന് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ജോലിക്കാർ നിൽക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കടയിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ വരികയാണ്. അയാൾ അവിടെ നിൽക്കാൻ വേണ്ടി വരുമ്പോൾ അയാൾക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഹോട്ടലുകാരൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി 2 ദിവസം അയാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി 3-ാമത്തെ ദിവസം അയാൾ പറയാതെ ഇറങ്ങിപ്പോവാം, ശമ്പളം പോലും വാങ്ങാതെ പോവാന്ന്. അപ്പൊ ആ രൂപത്തിലെ പ്രശ്നങ്ങൾ. അതുപോലെ നമ്മുടെ ജോലിക്കാർ നിൽക്കുന്നില്ല, ജോലി കേറ്റിട്ട ആളുകൾ വരുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കമ്പനിയിലും ജോലി സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നു. ഇത് എന്താണ് കാരണം? ഇതൊക്കെ ചിലപ്പോൾ സിഹ്ർ കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ വരുമാന മാർഗത്തിനും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനൊക്കെ തടസ്സം നിൽക്കാൻ ചില സംഗതികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ മാറ്റി ആ ബുദ്ധിമുട്ടുകളും ഷെറുകളൊക്കെ മാറാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടാകും. അപ്പം ഇന്നൊരാൾ, ഒരു കൂട്ടരെന്ന് വന്നത് പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നാണയത്തുട്ടുകൾ കാണുന്നു. അപ്പോൾ 1-2 ദിവസം വിചാരിച്ചു ഇത് ഭർത്താവ് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും എല്ലാം പോയതാണെന്ന് വിചാരിച്ച് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന സമയത്ത്, തൂത്ത് വൃത്തിയാക്കുന്ന സമയത്ത് ആ പൈസയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിറ്റേ ദിവസവും നോക്കുമ്പോഴത്തേക്കും, ഒരു ദിവസം ഭർത്താവ് അവിടെ ഇല്ല, ഒരു യാത്ര പോയേക്കാണ്. അന്ന് രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ കുറേ ചില്ലറ പൈസ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു. അപ്പം മനസ്സിലാക്കി ഇത് ആരോ കൊണ്ടിടുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്, പല സ്ഥലങ്ങളും അങ്ങനെ ഇട്ടിട്ട് പോവാം. അങ്ങനെ ആ പൈസ അവരെടുത്ത് വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം പിന്നെ നോക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും ഒന്നിനും തികയാത്ത അവസ്ഥ വരും. എത്ര പൈസ കൈ കിട്ടിയാലും ഒന്നിനും തികയാത്ത അവസ്ഥ വരും. പൈസ അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു കാര്യത്തിനും തികയുന്നില്ല. മാത്രമല്ല മനസ്സിന് വലിയ പ്രയാസം വരും, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ കൊണ്ട് ഒരു സാധനം ഇട്ടതാണെങ്കിലും കുഴിച്ചിട്ടതാണെങ്കിലും അത് ചില സൂറത്തുകളൊക്കെ ഓതിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ടെന്ന് നമുക്ക് കാണുന്ന രൂപത്തിൽ അത് വെളിവാക്കി തരുന്ന ചില സൂറത്തുകളും ചില ദിക്റുകളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലേക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഷെറുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. പൈശാചിക ഉപദ്രവങ്ങൾ, സിഹറുകളൊക്കെ അള്ളാഹു ബാത്തിലാക്കി തരുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ ചില സിഹറിൻ്റെ അടയാളങ്ങളാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ദിക്റുകളും ചില പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ ഓതിക്കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സിഹറിൻ്റെ, ചെയ്ത്തുദോഷത്തിൻ്റെ, അതുപോലെ കൂടോത്രത്തിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമ്മിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും, നമ്മുടെ കമ്പനിയിൽ നിന്നും, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരട്ടെ. എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ മേഖലയിലും അള്ളാഹു വലിയ വിജയം തരട്ടെ. ഒന്നിനു പുറകെ ഒന്നായി ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ചിലപ്പോൾ വാപ്പാക്കാർക്ക് രോഗം, ചിലപ്പം ഭാര്യക്കായിരിക്കും രോഗം, ചിലപ്പോൾ നമ്മുടെ ഉമ്മാക്കായിരിക്കും രോഗം, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കായിരിക്കും അസുഖം. അങ്ങനെ നിരവധി പ്രയാസം ഒരാൾക്ക് വരുന്നു, മറ്റേ ആൾക്ക് വരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾക്ക് ഒരാളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ചിലപ്പോൾ ചില ആളുകൾക്ക് ചില രോഗങ്ങൾ വരുന്നു. ആദ്യം തലവേദന വരുന്നു. തലവേദന കുറച്ച് ദിവസം തലവേദനയ്ക്ക് ചികിത്സ ചെയ്യുമ്പോൾ നേരെ നടുവേദന വരുന്നു, ഊരവേദന വരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൈകാലുകൾക്ക് ഭയങ്കര കടച്ചിൽ വേദന വരുന്നു. അങ്ങനെ ചിലപ്പോൾ മറ്റ് വ്രണങ്ങൾ വരും. അത് എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും അത് കരിയാത്ത അവസ്ഥയിൽ വീണ്ടും വ്രണമൊക്കെ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാകുന്നു. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. ഇത്തരത്തിലുള്ള സിഹറിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്ന്, അടയാളങ്ങളിൽ നിന്നും, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ രക്ഷ തന്ന് അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും പറ്റാത്ത കേന്ദ്രങ്ങൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പറ്റാത്ത കേന്ദ്രങ്ങളിൽ പോയിട്ട് അത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ അനാവശ്യമായ രീതിയിൽ ഒന്നും പോകരുത്. അതിനൊക്കെ പരിശുദ്ധ ഇസ്ലാം എല്ലാത്തിനും കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപവും രീതിയൊക്കെയാണ് സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ
എല്ലാത്തിനും പരിഹാരമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ ദിക്റുകൾ, അവിടുന്ന് പഠിപ്പിച്ചെന്ന ദിക്റുകൾ എല്ലാത്തിനും പരിഹാരമാണ്. അള്ളാഹു അത്തരത്തിലുള്ള ദിക്റുകളൊക്കെ ചൊല്ലി പരിഹാരം കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നിട്ടൊന്നും മാറുന്നില്ല, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുമ്പം വലിയ വലിയ സയ്യിദന്മാരുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ നമ്മളെ തേടിപ്പിടിച്ച് അവരുടെ അടുക്കൽ പോയി ഇതിന് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ രക്ഷയും സലാമത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെങ്കിലുമൊക്കെ ഒരാൾക്ക് ബുദ്ധിമുട്ട് ചെയ്താൽ, ഒരാളെ പ്രയാസപ്പെടുത്തിയാൽ, ഒരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അവൻ ചെയ്യുന്നവൻ, ചെയ്യിപ്പിക്കുന്നവർ, അതുപോലെ എല്ലാവർക്കും വലിയ ശിക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ ലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ തിക്തഫലം ആ ചെയ്തവരും ചെയ്യിപ്പിച്ചവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഒരാൾ നശിക്കാനോ ഒരാളുടെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാനോ ഒരാൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരാൾ മറ്റൊരാൾക്ക് സിഹർ ചെയ്യുന്നപ്പോഴാണ് അയാളോട് അസൂയ തോന്നുമ്പോൾ, വിദ്വേഷം തോന്നുമ്പോൾ, വൈരാഗ്യം തോന്നുമ്പോൾ, അപ്പം അങ്ങനെ വിദ്വേഷവും വൈരാഗ്യം തോന്നുമ്പോൾ അവൻ്റെ തകർച്ച കാണാനിങ്ങനെ കൊതിച്ച് നടക്കുകയാണ്. അങ്ങനെ കൊതിച്ച് നടക്കുമ്പോൾ അവനെ ഇങ്ങനെ പ്രശ്നത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടിലായി പോകാൻ വേണ്ടി എന്ത് ചെയ്യും? പോയിട്ട് ആരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും. അങ്ങനെ പോകുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ മഹാപാപമാണ്. അതുകൊണ്ട് വലിയ തിന്മയും വലിയ ശർറും വലിയ പ്രയാസവും ഈ ലോകത്ത് വെച്ച് തന്നെ ഇത് ചെയ്യിപ്പിച്ചവന് അവൻ്റെ മക്കള്, കുടുംബങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ആരും മുന്നോട്ട് പോകരുത് എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാൻ, അതൊക്കെ കണ്ടെത്താൻ സൂറത്തുൽ ഖദർ അത് പാരായണം ചെയ്യൽ കൊണ്ട്, നിരന്തരം ഓതുന്നത് കൊണ്ട്, അതൊക്കെ ചില എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഉസ്താദുമാരുടെ, മഹാന്മാരുടെ ഒക്കെ സമ്മതത്തോടു കൂടി അത് ഓതുകയും അത് വീടുകളിൽ ചെല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നത്തിലൂടെയെങ്കിലും, അല്ലെങ്കിൽ അതിങ്ങനെയുള്ള സ്ഥലം നമുക്ക് വെളിവാക്കി തരും. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ഒഴിവാക്കി ഇബ്താൽ അമലൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹു എത്രയോ ആളുകൾ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞിവിടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു. മജ്ലിസുകൾ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ബദ്രിയത്തിലും, ഉച്ചയ്ക്ക് നടക്കുന്ന ബുറുദയുടെ മജ്ലിസിലും, രാത്രിയിൽ നടക്കുന്ന നമ്മുടെ സ്വലാത്തിൽ കുബറയുടെ മജ്ലിസിലൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ് വരുന്നവരുണ്ട്. മജ്ലിസിലേക്ക് എത്തുന്നവരുണ്ട്, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. നമ്മുടെ ഓരോ ദിവസം ഇടുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ എല്ലാം മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും വിജയവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഒരുമയോടെയും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, സിഹറുകളിൽ നിന്ന്, ശൈത്താനിയത്തിൽ നിന്ന്, അത് കെട്ടിയിട്ടതാണെങ്കിലും വെള്ളത്തിൽ ചെയ്തതാണെങ്കിലും അതിനി നമ്മുടെ ഉള്ളിലേക്ക് തന്നതാണെങ്കിലും, അത് ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ജിന്നിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ആണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, കുടുംബത്തിൽ നിന്നാണെങ്കിലും, അയൽവാസികളിൽ നിന്നാണെങ്കിലും, അകന്ന ആളുകളിൽ നിന്നാണെങ്കിലും, ഏത് രൂപത്തിൽ എങ്ങനെ വന്ന ഉപദ്രവമാണെങ്കിലും, ഇനി സ്വയമായി വരുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ, സിഹറുകളാണെങ്കിലും എല്ലാം മഹാന്മാരായ ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ദിവസവും ഇവിടെ നടത്തുന്ന അസ്മാഉൽ ബദറിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെയും ബറക്കത്ത് കൊണ്ട്, ബുറുദയുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അതെല്ലാം മാറ്റി റാഹത്തും ഷിഫാവും തന്ന് എല്ലാവിധ സലാമത്തും ഐശ്വര്യവും നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന, നമ്മുടെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് കാണുന്ന നിങ്ങളും ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.